ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഫിനോമിനയാണ്. അതിന്റെ പേരാണ് ടെട്രസ് എഫക്ട്. നമ്മൾ എല്ലാവരും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് കേൾക്കുന്നത്, എന്താണ് കാണാറുള്ളത്. ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റഗ്രാംസും അതുപോലെ ഫേസ്ബുക്കും അതുപോലെ യൂട്യൂബും ഒക്കെ റീൽസും ഷോർട്സും നിറഞ്ഞിരിക്കുകൊണ്ട് നമ്മൾ മിക്ക ആളുകളും റീൽസും ഷോർട്സും അതുപോലെ നമ്മൾ ഓരോന്നും കണ്ടിട്ടാണ് നമ്മൾ ഉറക്കത്തോട്ട് പോകാറല്ലേ. പക്ഷെ ടെട്രസ് എഫക്ട് പ്രകാരം പറയുന്നത് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നമ്മൾ കാണുന്ന കാര്യം, നമ്മൾ കേൾക്കുന്ന കാര്യം, നമ്മൾ സംസാരിക്കുന്ന കാര്യം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു ഗ്രേറ്റ് ഇംപ്രൻസ് എത്തും. അതായത് സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യുന്നത് ഒരു ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള കാര്യം, നമ്മൾ ചെയ്യുന്ന കാര്യം, അതുപോലെ നമ്മൾ ഉണർന്ന് എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ വളരെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തിനാണ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യേണ്ട ആവശ്യം? എന്താണ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മളെ കൊണ്ടു നടക്കുന്നത്? അതാണ് നമ്മളെ നമ്മളാക്കുന്നതും നമ്മൾ പെരുമാറുന്നതും ആ രീതിയിലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്ത് നിങ്ങൾക്ക് വേറൊരു വ്യക്തി, നിങ്ങൾക്കൊരു പുതിയ വ്യക്തിയായി മാറണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസും ഗോൾസും ഒക്കെ പെട്ടെന്ന് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെട്രസ് എഫക്ട് നിങ്ങൾ ചെയ്തിട്ട് ഉപയോഗിക്കാം. എങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും? നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾക്ക് നിങ്ങളുടെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാം. ആ വിഷൻ ബോർഡ് കണ്ട് നിങ്ങൾക്ക് ഉറങ്ങാം. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസിനെ കുറിച്ച്, നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡയറിയിൽ എഴുതാം. ഒരു ഡ്രീം ജേർണലിനോ ഗോൾ ജേർണലിനോ ഒരു ഡയറിയിൽ നിങ്ങൾക്ക് എഴുതിയതിനു ശേഷം ആ ഗോൾസ് വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഗോൾസ് നിങ്ങൾക്ക് വായിക്കാം. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട കാര്യത്തോട്ട് മാത്രം നിങ്ങൾ ഫോക്കസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യുന്നതിന് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് വായിച്ച് നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവല്ലോ. ആ സ്റ്റേജിൽ നമ്മൾ ഹിപ്നോഗോഗിക് ഒരു ഹിപ്നോപോംപിക് സ്റ്റേജ് എന്നാണ് പറയാം. ആ സ്റ്റേജിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യാനോ സബ് കോൺഷ്യസ് മൈൻഡ് സജഷൻ കൊടുക്കാനുള്ള സമയമാണ്. അപ്പൊ നിങ്ങൾ ഇത് വായിച്ച് നിങ്ങൾ ഉറക്കത്തിലോട്ട് പോകുന്ന സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡ് കംപ്ലീറ്റ്ലി പ്രോഗ്രാം ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും. നിങ്ങൾ വായിക്കുന്ന കാര്യമായിരിക്കും കംപ്ലീറ്റ്ലി സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇനി തൊട്ടിട്ട് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള സമയം അത് ക്രൂഷ്യൽ ടൈമാണ്. നിങ്ങളിപ്പോ കോച്ചിങ്ങിന് പോകുന്നവരായിരിക്കാം, നിങ്ങളിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഏത് രീതിയിൽ നിങ്ങൾ ഗോൾസ് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാണെങ്കിലും ഈ ഒരു സമയം നല്ല രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഗോൾസിന് വേണ്ടി നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആൻഡ് എഫക്റ്റീവ്ലി ആയിട്ട് നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസിലോട്ട് പെട്ടെന്ന് എത്താൻ സാധിക്കും. സോ തിങ്ക് അബൌട്ട് ഇറ്റ്.